ട്രീ സ്പെയ്ഡ് മെഷീൻ രൂപകൽപ്പന ചെയ്ത് ശ്രദ്ധേയനായിരിക്കുകയാണ് കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകൻ പ്രകാശം കല്ലാനിക്കൽ. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും കോതമംഗലം ചെങ്കര സ്വദേശിയുമായ പ്രകാശം കല്ലാനിക്കൽ 2 വർഷം കൊണ്ട് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് ട്രീ സ്പെയ്ഡ് മെഷീൻ. മരത്തിൻ്റെ വേരോ മണ്ണോ ഇളകാതെ മരത്തിനെ പിഴുതു മാറ്റി മറ്റൊരിടത്ത് നടുന്ന മെഷീനാണ് ട്രീ സ്പെയ്ഡ്. 12 സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ള മരങ്ങൾ പിഴുതു നടാം. പുതിയ വഴിയും വീടും ഒക്കെ നിർമ്മിക്കുമ്പോഴും കൃഷിയിടങ്ങളിലും മരം വെട്ടിമാറ്റുന്നതിന് പകരം പിഴുതു മാറ്റി മറ്റൊരിടത്ത് നട്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ ഈ യന്ത്രം ഉപയോഗിക്കാം. ഈ മെഷീനെക്കുറിച്ച് ഉടമ പ്രകാശ് സാറും കൃഷി ഓഫീസർ ബോസ് സാറും എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇത് ട്രീ സ്പെയ്ഡ്, അതായത് ട്രീ ട്രാൻസ്പ്ലാന്റിംഗ് മെഷീൻ. ഇത് നമ്മൾ മരം വേരോടുകൂടി പിഴുതെടുത്ത് എവിടെയെങ്കിലും മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണ്. അപ്പോൾ വേരൊന്നും പോകാണ്ട് യാതൊരു ചെടിക്ക് യാതൊരു അപകടവും അല്ലെങ്കിൽ മരത്തിന് യാതൊരു അപകടവും പറ്റാണ്ട് എങ്ങോട്ടെങ്കിലും പറിച്ച് മാറ്റി വയ്ക്കാനുള്ളൊരു മെഷീനാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല. ഇത് വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കി കാണാം, ഒത്തിരി മെഷീൻസ് ഉണ്ട് വിദേശങ്ങളിൽ. അപ്പോൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്കിലും ഇന്ത്യയിൽ കാണാനില്ല. അപ്പോൾ ഇത് ചെയ്യുന്ന ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റംബൂട്ടാൻ തോട്ടം ഒരു 15 അടി അകലത്തിലാണ് നട്ടത്. 3 കൊല്ലം മുമ്പ് നട്ടതാണ്. അപ്പോൾ അത് ഇച്ചിരി അടുപ്പം കൂടുതലായിപ്പോയി. 3 വർഷത്തിന് ശേഷം അത് ഇടവെട്ടി, അതായത് ഇടയ്ക്കുന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശത്തിലാണ് അത് ചെയ്തത്. അപ്പോൾ അതിന് പകരം, വെട്ടിക്കളയുന്നതിന് പകരം ഞാനിത് മെഷീൻ ഡെവലപ്പ് ചെയ്ത് ഇത് പിഴുതെടുത്ത് വേറെ എവിടെയെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിപ്പോൾ ടെസ്റ്റിംഗ് കഴിഞ്ഞു, സക്സസ്ഫുള്ളായി. 2 ചെടി പറിച്ചു വെച്ചു. ആദ്യമായിട്ട് ഇന്നാണ് ചെയ്യണത്. എല്ലാം ഓക്കെയാണ്. ഇത് ഏകദേശം നമ്മളുടെ കണ്ടുപിടിച്ചത് ഇത് മെഷീൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഡിസൈൻ ചെയ്തതാണ്. ഞാനിപ്പോൾ MA കോളേജ് എഞ്ചിനീയറിംഗിലെ പ്രൊഫസറാണ്. അവിടുത്തെ ഡിസൈൻ ലാബിൽ ഡിസൈൻ ചെയ്ത് പുറത്തൊരു വർക്ക്ഷോപ്പിൽ, അതായത് ഒരു ചെറിയാൻ ആൻഡ് മോഹനൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സൂപ്പർ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഡിസൈനാണ്. MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിസൈൻ സ്റ്റുഡിയോയിൽ ഡിസൈൻ ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ്. ഏകദേശം എന്തോരം ഭാരവും ഇത് ഏകദേശം ഒരു ടണ്ണിന് ഇച്ചിരി കൂടുതലുണ്ട്. ഇപ്പോൾ JCBയുടെ ഫ്രണ്ടിലത്തെ ആ ഷവൽ ലോഡ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് എടുത്ത് മാറ്റിയിട്ടാണ് ഇത് വെക്കുന്നത്. അതിന് ഏകദേശം 1 ടണ്ണിൽ താഴെ വെയിറ്റാണ്. ഇത് ഏകദേശം ആ വെയിറ്റിനോട് ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ അതേ വെയിറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ ഷവൽ ലോഡർ മാറ്റി വെച്ചിട്ട് ഇതങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിയുടെ വെയിറ്റും മണ്ണിൻ്റെ വെയിറ്റുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ മൊത്തം ഒരു 2 ടണ്ണാണ് JCB പൊക്കേണ്ടത്. അപ്പോൾ JCB ആണ് നമ്മളിവിടെ, JCB ബാക്ക് ലോഡറാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തത്. ഏകദേശം എത്ര രൂപ മുടക്കും അങ്ങനെ പറയുന്നത്? ഇത് ഏകദേശം ഒരു 4 ലക്ഷം രൂപ താഴെ മുടക്കുണ്ട്. എല്ലാം കൂടെ കൂടി, ഫ്രം ദി സ്ക്രാച്ച് എല്ലാം കൂടെ കൂടി ഒരു 4 ലക്ഷം രൂപ മുടക്കുണ്ട്. 3-നും 4-നും ഇടയ്ക്കായിട്ട് വരും. എൻ്റെ യാത്രാ ചെലവും. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലൊരു കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർ വലിയ കോൺട്രാക്ടേഴ്സിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് അവർ 10 ലക്ഷം 12 ലക്ഷം രൂപയാണ് പറയണത്. അവിടെ ചെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കി അവരോട് ബാർഗെയിൻ ചെയ്തിട്ട് അവർ വില കുറയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്വയം ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ അവരുടെ നിർമ്മിച്ചതാണ്. ഇത് ബാക്കി പുറത്തേക്കുള്ള ഇതിലായിട്ടില്ല. നമ്മൾ ഇനിഷ്യൽ മെഷീനായിട്ടുള്ളൂ. ഇതിൻ്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി അത് ദൂരീകരിച്ചിട്ട് വേണം ഇനി അടുത്ത ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വിപണനം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? വിപണനം ഇത് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടെസ്റ്റിംഗ് ഏതായാലും നടക്കണം. എല്ലാം വർക്കിംഗ് ആണോ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അതിന് ശേഷം ഭാവിയിലേക്ക് ഞാനൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നെയിം. ഇത് ബേസിക്കലി ട്രീ സ്പെയ്ഡ് എന്നാണ് ഇതിന് പറയണത്. അപ്പോൾ വിപണനം പിന്നീട് ആലോചിക്കാം. ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഇത് മരം വേരോടുകൂടി പിഴുതെടുത്ത് വേറെ സ്ഥലത്ത് വെക്കുക. നമുക്ക് JCBയുടെ ബക്കറ്റ് കൊണ്ട് പിഴുതെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ ഇളകി പോവും, മണ്ണ് ഇളകി പോവും. അപ്പോൾ മണ്ണും വേരും ഇളകാത്ത രീതിയിൽ ഇത് പിഴുതെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാർഷിക മേഖലയിൽ ഇന്നിവിടെ കാണുന്ന ഒരു വിപ്ലവം, ശരിക്കും ഇന്ന് നമ്മൾ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ട്രീ സ്പെയ്ഡ് എന്ന് പറയും. ട്രീ സ്പെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഈ കാർഷിക മേഖലയിൽ വൃക്ഷങ്ങളും ചെടികളൊക്കെ വേറെ സ്ഥലത്തേക്ക് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് മാനുവലായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം ഇന്ന് കിരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കർഷകനും അതോടൊപ്പം തന്നെ കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ
മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിട്ടുള്ള പ്രകാശ് സാറാണ് ഈ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കാർഷികമേഖലയ്ക്ക് ഒരു വൻ കുതിച്ചുചാട്ടം എന്ന് തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം നമുക്കറിയാം കാർഷികമേഖലയിലെ ഫ്രൂട്ട്സിൻ്റെ കൃഷികളെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ കർഷകരെല്ലാം സ്പേസിങ് വളരെ, അതായത് നമ്മളൊക്കെ 40 അടി എന്ന് പറയുമ്പോഴും കർഷകരെല്ലാം 15 അടി മുതൽ 20 അടി വരെയാണ് കൃഷി ചെയ്ത് കാണുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ ഈ ചെടികളെല്ലാം വീണ്ടും കൂട്ടിമുട്ടും. അവിടെ കാർഷികമേഖലയിൽ വൻ നഷ്ടം, അതായത് വിളവിൽ വളരെ കാര്യമായിട്ടുള്ള വിളവ് കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതുപോലുള്ള മെഷീൻ നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്നത്.